ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടിയിട്ട് വാസൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വാസൻ്റെ ഭാര്യയാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് MLA ഒന്ന് കാണണം, അകത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട്, ഒന്ന് വിളിക്കുമോ ചോദിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ശ്രീ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ വാസവം വരികയാണ് കേട്ടോ. ആഹാ, ഇത് ആരൊക്കെ വന്നിരിക്കുന്നു, വായു അകത്തേക്ക് വായു, അതിരാവിലെ തന്നെയാണല്ലോ എന്ന് നോക്കിയാണേ. 10 മണിയായി, അപ്പോൾ വാ അകത്തേക്ക് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ വേണ്ട ഒരു കാപ്പി കുടിച്ചിരിക്കാം എന്ന് പറയണേ. അപ്പോൾ വേണ്ട, അതൊന്നും വേണ്ട, നമുക്ക് പുറത്തിരിക്കാം, കാപ്പി കുടിക്കാൻ ഞാനൊരു ദിവസം അച്ഛനെയും അമ്മനെയൊക്കെ കൂട്ടി വരാം എന്നൊക്കെ പറയാണ് കേട്ടോ ശ്രീകാന്ത്. അന്നേരം ഇവർ സംസാരിക്കുന്നത് വരുൺ മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുണിന് മനസ്സിലാവാണ് ശ്രീകാന്ത് ദീപ്തിര ആങ്ങളെയാണെന്നുള്ള കാര്യം. അപ്പോൾ വരുണിൻ്റെ അമ്മ വരികയാണ്. അപ്പോൾ വരുൺ പറയാണ്, അമ്മേ അതുണ്ടല്ലോ ദീപ്തിയുടെ ബ്രദറാണെന്ന് പറയും. ആണോ, എന്തായാലും നന്നായി, അവർക്ക് അച്ഛനോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം കേട്ടോ. പക്ഷേ ദീപ്തിയുടെ ബ്രദർ ഇങ്ങനെ മാറുന്നൊന്നും ദീപ്തിക്ക് അറിയില്ല. ദീപ്തിക്ക് ഇപ്പോഴും ആളെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ദീപ്തി പറയുന്നത് സൂക്ഷിക്കണം എന്നാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിൻ്റെ അച്ഛൻ അത്ര മോശമൊന്നും അല്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. പക്ഷേ അച്ഛൻ കൊടുത്ത വാക്ക് തെറ്റിക്കില്ല. അത് ശരിയാണ്, നല്ലതിനായാലും ചീത്തയ്ക്കായാലും അച്ഛൻ വാക്ക് തെറ്റിക്കാറില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും വാസവനുള്ള അത്ര ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും മറ്റേ ശ്രീനിവാസനില്ല. ഞാൻ അച്ഛനോട് മറ്റേ വരുണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് സമ്മതിച്ചൊന്നുമില്ല, പക്ഷേ അച്ഛന് സമ്മതക്കുറവില്ലാത്ത രീതിയിലാണ് സംസാരിച്ചതെന്നൊക്കെ പറയാണ് കേട്ടോ. വാസവനത് കേൾക്കുമ്പോൾ സന്തോഷമാവാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്കൊന്നും തീരുമാനിക്കാറായിട്ടില്ല. എന്തായാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വിജയിച്ച് വരട്ടെ, അപ്പോൾ അച്ഛൻ്റെ സ്വഭാവമൊക്കെ നന്നായിട്ട് മാറും. ഇനിയിപ്പോൾ പെൻഷൻ പറ്റാറായില്ല, അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സൊക്കെ നോക്കി നടത്താനായിരിക്കും മൂപ്പരുടെ പ്ലാൻ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ കൂടി ഉണ്ടാകുന്ന നല്ലതല്ലെന്നൊക്കെ ചന്ദ്രശേഖരൻ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ശരി തന്നെയാണെന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപ എടുത്തിട്ട് നമ്മളെ വാസവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പാർട്ടി ഫണ്ടിലേക്കാണ്, ബാക്കിയുള്ളത് നമുക്ക് പിന്നെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാസവനോട് പറയുന്നുണ്ട്, പിന്നെ വിക്രമിന് അങ്ങോട്ട് കയറി ചെന്നൊന്നും ചെയ്യേണ്ടെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യട്ടെ അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അണികൾ നോക്കിക്കോളൂ എന്ന് പറയുകയാണേ. അപ്പോൾ ചന്ദ്രശേഖരനൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തും ചന്ദ്രശേഖരനൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഇലക്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞ് വരട്ടെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് പറയണം. അപ്പോൾ വാസവൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോനോടുള്ള ദേഷ്യമൊക്കെ നിങ്ങളുടെ അച്ഛന് മറക്കാന്നുണ്ടെങ്കിൽ ആ വിക്രമിനോട് എന്താ ദേഷ്യം മാറാത്തതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അവർ പോവുകയാണേ. പോകുന്ന വഴിക്ക് ചന്ദ്രശേഖരൻ പറയാണ്, രൂപ 5 ലക്ഷം പോയി, നമ്മുടെ മോളെ അവൻ്റെ മോന് കെട്ടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആ നാറി എന്ന് പറയാം കേട്ടോ. അത് സാരില്ല, അവൻ്റെ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത 5 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോളാം, വരുണിന് വേണ്ടിയിട്ടെന്ന് പറയാൻ കേട്ടോ. കഴിഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 2 പ്രണയ ജോഡികൾ ഇങ്ങനെ സംസാരിച്ച് സ്നേഹിച്ച് പോകുന്നത് വിക്രം നോക്കുകയാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഏതോ ഒരു സംഭവം വിക്രമിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. വിക്രമും വേദയും കൂടിയിട്ട് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വേദ പറയുകയാണ്, നമുക്കൊന്ന് കുറച്ച് നേരം ഇരുന്നാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെന്താ നടന്ന് കാല് കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, കാല് കഴിച്ചിട്ടല്ല, എന്നാലും ഇരുന്ന് കടൽ കാണാൻ നല്ല സുഖമല്ലേ, അത് അസ്തമയമൊക്കെ കാണാമല്ലോ എന്ന് പറയുകയാണെ. അസ്തമയം എന്താ അസ്തമയം, സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് വരുമ്പോഴേക്കും മേഘങ്ങൾ വന്ന് മറിയും, അതല്ലേ അസ്തമയം എന്നൊക്കെ പറയാൻ കേട്ടോ. അത് ശരിയാണ്, നമ്മൾ എപ്പോഴും അടുത്തുള്ളത് കാണില്ലല്ലോ, അകലെയുള്ളതല്ലേ കാണാൻ ശ്രമിക്കുള്ളൂ എന്ന് പറയാൻ കേട്ടോ. വിക്രമിനെ പോലെ എന്ന് പറയും കേട്ടോ. എന്താ അങ്ങനെ പറഞ്ഞത്, ഞാൻ നിന്നെ കാണുന്നില്ല എന്നാണോ എന്ന് ചോദിക്കുകയാണേ. അതും പറയാം, പിന്നെ മറ്റു ചിലവരുടെ കാര്യം കൂടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും കേട്ടോ. അതാര്, വിക്രമിൻ്റെ അച്ഛൻ തന്നെ എന്ന് പറയാം കേട്ടോ. അച്ഛനെ വിക്രം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അച്ഛനെ ഞാൻ മനസ്സിലാക്കിയ പോലെ ലോകത്ത് വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയും. എന്നിട്ടാണോ വിക്രം അച്ഛനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഞാനും അച്ഛനും തമ്മിലൊരു ഒളിച്ചുകളിയാണ് നടത്തുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ മറിഞ്ഞ് നടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് വിക്രമിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും വിക്രം ചില കള്ളങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ ഫേസ് ചെയ്യാതെ നടക്കുന്നത്. എന്തായാലും വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എനിക്ക് കുറച്ച് കൂട്ടുകാരും ഉണ്ട് എന്നൊക്കെ പറയുകയാണ് വേദ.
താൻ എന്തിനാണ് ഇത്രയും നിഷ്കർഷം കാണിക്കുന്നത് ഈ എൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. താനെന്താ CID പണി ഏറ്റെടുത്തിരിക്കുകയാണോ? പ്രശസ്തനായൊരു ഗുണ്ടരെ ഭാര്യയല്ലേ, CID പണിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഞാൻ ഗുണ്ടയൊന്നുമല്ല എന്ന് പറയാൻ കേട്ടോ. അത് സ്വയം തോന്നിയാൽ പോരല്ലോ, മറ്റുള്ളവർക്കും കൂടെ തോന്നണ്ടേന്ന് പറയാൻ കേട്ടോ. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എനിക്ക് എന്നെക്കുറിച്ച് അറിയാമെന്നൊക്കെ വേദ പറയുകയാണ്. വേദമല്ല, വിക്രം പറയാണ് കേട്ടോ. ഇതൊക്കെ വിക്രം ഇങ്ങനെ ബീച്ചിലിരുന്ന് ആലോചിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ കാണിക്കുന്നത് വേദയുടെ വീട്ടിലെല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. അന്നേരം വേദന ചോദിക്കുകയാണ് കേട്ടോ. അമ്മ ഇരിക്കുന്നില്ല ചോദിക്കുമ്പോൾ വേദ വരട്ടെ, വേദന ഒപ്പം ഞാൻ ഇരുന്നോളാം എന്ന് പറയുകയാണ്. അവൾ എവിടെ പോകുന്നു എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഓഫീസിൽ പോകുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ എന്തിനാണ് ഓഫീസിൽ ഇപ്പോൾ പോകുന്നത്? അപ്പോൾ ദീപ്തി ചോദിക്കും അതെന്താ ഓഫീസിൽ പോയാലെന്നു. അപ്പോൾ പത്മം ചോദിക്കുന്നുണ്ട് കേട്ടോ, അവൾ ജോലിക്ക് പോയിക്കോട്ടെ, അതിനെന്താ, അല്ല ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണ്ടല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി പറയും ആൾക്കാരെന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ അന്വേഷിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റുള്ളവരുടെ ജീവിതം എടുത്തിട്ട് കളിയാക്കി രസിച്ച് അവരവരുടെ കാര്യം തന്നെ നോക്കാൻ മറന്നു പോകുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട് ചേച്ചിയുടെ ഇഷ്ടത്തിന് പോയി ഇഷ്ടത്തിന് തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ എല്ലാ കാലവും ഉണ്ടാവുന്നൊന്നും ഒരാളും വിചാരിക്കേണ്ട. ഉറപ്പായിട്ടും വേദേച്ചി തിരിച്ചു പോകുന്നു ദീപ്തി പറയുകയാണ് കേട്ടോ. അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. അവർ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടുള്ള എനിക്കത് മനസ്സിലാവുമെന്ന് പറയാം കേട്ടോ. നീ എങ്ങനെയാണ് അവരെ തമ്മിലുള്ള സ്നേഹം കണ്ടതെന്ന് വർഷം ചോദിക്കുകയാണ്. അലവലാതി ചെറുക്കനെ ഇപ്പോൾ കാണാൻ പോയപ്പോഴായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ പത്മം പറയുന്നുണ്ട് വർഷേ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വേദ വരികയാണ്. വേദ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ മോളെ, അമ്മ മോളെ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ വേണ്ട അമ്മക്ക് നേരം വൈകി, സാരമില്ല ഒരു പഴയെങ്കിലും കഴിച്ചിട്ട് പോകാം, അമ്മ കാപ്പി എടുക്കാമെന്ന് പറഞ്ഞിട്ട് കാപ്പി എടുക്കാനായിട്ട് അകത്തേക്ക് പോകാനായിട്ട് അങ്ങനെ വേദ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വേദ ഒരു പഴം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ വേദനോട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വേദേ, നീയായ ശ്രീനിവാസനെതിരെ കോടതിയിൽ ഹാജരാവുന്നുണ്ടോ? അത് അപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അല്ല അതാ തേറാട്ട് ശ്രീധരൻ കൊടുത്തിരിക്കുന്ന കേസല്ലേ, നീ എന്തിനാണ് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ചെന്ന് ഇടപെടാൻ പോകുന്നത്? ചില ഫ്രോഡുകൾ, കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞുണ്ടാക്കി നടക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ. അന്നേരം വേദ പറയാണ് അത് ചില ഫ്രോഡുകൾ പറയുന്നതല്ലേ, അതത്ര കാര്യമാക്കുന്നുണ്ടാ, ചില ഫ്രോഡുകളാണ് അത് പറഞ്ഞു നടക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വർഷം ചോദിച്ചു നീ എന്താ ഇങ്ങനെ പറയുന്നത്, ശ്രീയേട്ടൻ എന്താ ഫ്രോഡാണെന്നാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അയ്യോ ഞാൻ നിങ്ങളുടെ ഭർത്താവിന് പറഞ്ഞതല്ല എന്ന് പറയും. നിങ്ങളുടെ ഭർത്താവോ? അപ്പോൾ നിൻ്റെ ആങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പത്മം വരട്ടെ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ദീപ്തിയല്ല നമ്മുടെ വേദ എഴുന്നേറ്റ് നിന്നിട്ട് അമ്മ ഇവിടെ ഇരിക്കി ഞാൻ വിളമ്പിത്തരാം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, വേദനോട് നമ്മളെ ശ്രീകാന്ത് പറയാണ് നീ എന്ത് ധൈര്യത്തിലാണ് അയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ് അപ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടെന്നുള്ള കാര്യം സമ്മതിച്ചല്ലേ, അതെന്തായാലും നന്നായി, ഇത്തിരി ധൈര്യമൊക്കെ വേണം ഇതുപോലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എതിർഭാഗം നിൽക്കുന്ന ആൾക്കാർ ജയിച്ചു എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചില സമയങ്ങളിൽ നിൽക്കുന്നത്, ആ സമയത്ത് വേണം നമുക്ക് കയറി ഓരോ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ പറ്റിയിട്ടാണ് കേട്ടോ വേദ പറയുന്നത് മുഴുവനും. അത് മുഴുവനും ശ്രീകാന്തിന് മനസ്സിലാകുന്നുണ്ട്, വാർഷിക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ദീപ്തിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്ലൂ ഒക്കെ കിട്ടാണ് കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കുന്നത് നമ്മളിങ്ങനെ താഴ്ന്നു നിൽക്കുമ്പോൾ വിചാരിക്കും നമ്മൾ ഒന്നും അറിയാതെ അടിമപ്പെട്ട് നിൽക്കുകയാണെന്ന്, പക്ഷേ അവരൊന്ന് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് വേണം നമുക്ക് കയറി കൊത്താൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ദീപ്തി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ വേദ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ദീപ്തിയല്ല വേദ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രീകാന്തിന് മനസ്സിലാവാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ഒന്നും ഇണ്ടാതെ തല മുമ്പിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്, അമ്മ അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് എന്താ ശ്രീയേട്ടാ വേദ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്, വേദ എന്തോ കുത്തി പറയുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തിയും പറയും അതെ വേദേച്ചി വേറെ ആരോ മനസ്സിൽ വെച്ചിട്ടാണ് ഒന്ന് മറച്ച് വേറെ ഒന്നിനെയാണ് വേദേച്ചി ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ശ്രീയേട്ടനും വേദേച്ചിയും തമ്മിൽ എന്തെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും ഞാനും വേദയും തമ്മിൽ എന്ത് ഫൈറ്റ്, ഒരു ഫൈറ്റും ഇല്ല, അത് ഞാൻ ആ ശ്രീധരനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ
ദീപ്തി പറയും എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം, വേദിച്ച് അധികം നാളൊന്നും ഈ വീട്ടിൽ ഉണ്ടാവില്ല. ഉറപ്പായിട്ടും വേദിച്ച് വിക്രം ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. അതമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വേദമല്ല ദീപ്തി എഴുന്നേറ്റ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസിൻ്റെ കേസിൻ്റെ ദിവസമാണ് കേട്ടോ. കോടതിയിൽ വിക്രമും രാജേട്ടനും ജോസഫും അനിയൻകുട്ടിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേ വേദവക്കീൽ വരുന്നെന്ന് അനിയൻകുട്ടി പറയുമ്പോൾ വേദന നോക്കുകയാണെ. നീയൊന്ന് പോയി കണ്ട് സംസാരിക്കടാന്ന് പറയട്ടോ ജോസഫ്. അപ്പോൾ പറയുന്നുണ്ട് വേണ്ട, ഞാൻ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. അവൾക്കെതിരെ അവൾ ഒരു കേസ് എടുത്തു, അതവളത് ബാധിക്കുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. അതിൽ ഞാനുണ്ട് ഇല്ല എന്നുള്ളതൊന്നും അവൾ നോക്കൂല എന്ന് പറയുകയാണെ. അപ്പോൾ അത് ശരിയാണ്, എതിർഭാഗം വക്കീലിനെ പോയി കണ്ടിട്ട് ഈ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് വേണ്ട എന്ന് പറയാണ്. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ വേദ പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിലും വിക്രമിനെ ഒന്ന് നോക്കുന്നുണ്ട്. വിക്രം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വിക്രമ കണ്ണെടുക്കാതെ വേദന നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ വേദന നോക്കിയിരിക്കുമ്പോൾ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ പുളിക്കൻ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഫോണിൽ പുളിക്കൻ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് വേദ വരുന്നത് കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുന്നതും പുളിക്കൻ കാണുന്നുണ്ട്. പുളിക്കൻ എന്ന് വെച്ചാൽ ഓടി ചെന്നിട്ട് ശ്രീനി സാറിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ശ്രീനി സാറെ വേദവക്കീൽ വരുന്നുണ്ട് എന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീനി സാറ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേദവക്കീൽ എന്ന് വിളിക്കും കേട്ടോ. അങ്ങനെ വേദ തിരിഞ്ഞ് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.